നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസിലെ BSc നഴ്സിംഗിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എയിംസിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ എയിംസിന്റെ എത്ര സ്ഥാപനങ്ങളാണ് ഉള്ളത്, അതുപോലെ ഓരോ സ്ഥാപനത്തിലുമായിട്ട് ടോട്ടൽ എത്ര സീറ്റാണ് ഉള്ളത്, കാറ്റഗറി വൈസ് സീറ്റ്, അതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി, എക്സാം പാറ്റേൺ, ടോട്ടൽ ഫീസ് എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലുള്ള എയിംസ് ഉൾപ്പെടെ 16 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എയിംസിന്റേതായി ഇന്ത്യയിൽ ഉള്ളത്. 16 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും BSc നഴ്സിംഗ് കോഴ്സ് ഉണ്ട്. 16 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എയിംസ് തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാം എഴുതി അതിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാമോ മറ്റ് എൻട്രൻസ് എക്സാമുകളോ എഴുതേണ്ട ആവശ്യമില്ല. എയിംസ് തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാം മാത്രമാണ് എഴുതേണ്ടത്. ഡൽഹി, റായ്പൂർ, ഋഷികേശ്, ഭോപ്പാൽ, ബത്തിൻഡ, ഭുവനേശ്വർ, കല്യാണി, ഡിയോഗർ, ഗോരഖ്പൂർ, ജോധ്പൂർ, ബിലാസ്പൂർ, നാഗ്പൂർ, മംഗലാഗിരി, പാട്ന, BB നഗർ, റായ്ബരേലി ഇവിടെയെല്ലാമാണ് എയിംസിന്റെ സ്ഥാപനങ്ങൾ ഉള്ളത്. എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും അവർ ഓപ്ഷനായിട്ട് വെക്കുന്ന കോളേജിന്റെ അടിസ്ഥാനത്തിലുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. BSc നഴ്സിംഗിന് എല്ലാ കോളേജുകളിലും പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. 2024 BSc നഴ്സിംഗിന് ടോട്ടൽ 1231 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ അൺറിസർവ്ഡ് വിഭാഗത്തിന് 484 സീറ്റ്, അൺറിസർവ്ഡ് വിഭാഗത്തിൽ PWBD-കാർക്ക് 23 സീറ്റ്, EWS 117, EWS PWBD 5 സീറ്റ്, OBC 318, OBC PWBD 12 സീറ്റ്, SC കാറ്റഗറി 170 സീറ്റ്, SC കാറ്റഗറി PWBD 11 സീറ്റ്, ST കാറ്റഗറി 87 സീറ്റ്, ST കാറ്റഗറി PWBD 4 സീറ്റ്. ഇങ്ങനെ ടോട്ടൽ 1231 സീറ്റാണ് 2024 ഉണ്ടായിരുന്നത്. 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ വർഷം സീറ്റുകൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ റിസർവേഷൻ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കാറ്റഗറി റിസർവേഷൻ സീറ്റുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ആപ്ലിക്കേഷനുകൾ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിക്കുന്നത്. അവർക്ക് ഈ റിസർവേഷൻ സീറ്റുകൾ ലഭിക്കുകയില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെല്ലാം മനസ്സിലാക്കി തെറ്റുകൂടാതെ ആപ്ലിക്കേഷൻ നൽകണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ എടുത്ത് പഠിച്ച പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ജനറൽ, OBC, EWS വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് +2-വിൽ 55% മാർക്കോടുകൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പാസ്സായിരിക്കണം. SC, ST വിഭാഗത്തിലുള്ള കുട്ടികൾ 50% മാർക്കോടുകൂടിയും പാസ്സായിരിക്കണം. ഈ ഒരു മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 17 വയസ്സാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 2 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഫിസിക്സിൽ നിന്ന് 30 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്ക്, ബയോളജിയിൽ നിന്ന് 30 മാർക്ക്, GKയിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. എൻട്രൻസ് എക്സാമിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് എയിംസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് എൻട്രൻസ് എക്സാമിൽ ക്വാളിഫയിങ് മാർക്ക് ഉണ്ടായിരിക്കണം. അൺറിസർവ്ഡ് EWS വിഭാഗത്തിലുള്ളവർക്ക് 50% ക്വാളിഫയിങ് മാർക്ക്. OBC വിഭാഗത്തിന് 45%, SC STക്ക് 40%. അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ 4 വർഷത്തെ ഫീസ് അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീസ് 25 രൂപയാണ്. ട്യൂഷൻ ഫീസ് 4 വർഷത്തേക്ക് 600 രൂപ. പോട്ടുമണി 4 വർഷത്തേക്ക് 960 രൂപ. ഹോസ്റ്റൽ റെന്റ് 4 വർഷത്തേക്ക് 480 രൂപ. ഹോസ്റ്റൽ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപ. ഹോസ്റ്റൽ സെക്യൂരിറ്റി ആയിട്ട് 1000 രൂപ നൽകണം. അത് 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കും. മെഡിക്കൽ ലൈബ്രറി ഫെസിലിറ്റി ആവശ്യമുള്ള കുട്ടികൾ 50 രൂപ കൂടി ഡിപ്പോസിറ്റ് ചെയ്യണം. മെസ് ഫീസ് ഓരോ മാസവും 3000 രൂപയോളം ആകും. ഇങ്ങനെ മെസ് ഫീസ് കൂട്ടാതെ 3215 രൂപ മാത്രമാണ് 4 വർഷത്തേക്ക് നൽകേണ്ടത്. ഇതിൽ ഹോസ്റ്റലിന്റെ സെക്യൂരിറ്റി ആയിട്ട് നൽകുന്ന 1000 രൂപ 4 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതുമാണ്. എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസായിട്ട് 2215 രൂപ മാത്രം നൽകിയാൽ മതി. ഈ ഫീസ് കൂടാതെ നിങ്ങളുടെ യാത്രാ ചിലവുകളും മറ്റ് ചെറിയ ചിലവുകളും മെസ് ഫീസും മാത്രമേ നൽകേണ്ടതായിട്ട് വരികയുള്ളൂ. അഡ്മിഷൻ ലഭിക്കുന്നതിന് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തണം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനിയും പഠിക്കുവാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നല്ല രീതിയിൽ +1-ലെയും +2-ലെയും പ്രിപ്പയർ ചെയ്യുക. നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഈ എക്സാം കൂടി അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. എങ്കിലും നീറ്റ് എക്സാമിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കൂടി എയിംസിന്റെ എൻട്രൻസ് എക്സാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ BSc നഴ്സിംഗിന്റെ എൻട്രൻസിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകളും ലഭ്യമാണ്.
അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും +1-ലെയും +2-ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക. 2215 രൂപ മാത്രം നൽകി 4 വർഷം BSc നഴ്സിംഗ് പഠിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.